ഭരണഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി സർക്കാർ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളുടെ സമ്മാനദാനം നടന്നു. ആലപ്പുഴ ജില്ലാ ഭരണകൂടത്തിന്റെയും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റ് 2024 ലോഗോ പ്രകാശനം ചെയ്തു. ലോഗോ പ്രകാശനം എച്ച് സലാം MLA ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് നൽകി നിർവഹിച്ചു. ആലപ്പുഴ കാവാലം തട്ടാശ്ശേരി കടവിൽ ആറ്റുകൊഞ്ച് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ നിർവഹിച്ചു. മലപ്പുറം ആനക്കരയിൽ പന്നിശല്യം രൂക്ഷം. ഏക്കർ കണക്കിന് സ്ഥലത്തെ കതിരിട്ട നെൽച്ചെടികൾ പന്നികൾ നശിപ്പിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്ക്. മുളമൂട് സ്വദേശി വാമദേവൻ നായർ, ഉണ്ടപ്പാറ സ്വദേശി സൽമാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടായത് കാട്ടാക്കട പൂവച്ചൽ റോഡിൽ മുളമൂട് ജംഗ്ഷന് സമീപം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച 6 പേർക്ക് പരിക്ക്. പെരിന്തൽമണ്ണ ജെംസ് കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കൊല്ലത്ത് മീൻ കയറ്റി വന്ന പിക്കപ്പ് വാഹനമിടിച്ച് വിമുക്ത ഭടന് ദാരുണാന്ത്യം. ഏരൂർ സ്വദേശി ബാലചന്ദ്രനാണ് മരിച്ചത്. അപകടമുണ്ടായത് അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിൽ. തൃശൂർ നാട്ടിക ശ്രീനാരായണ കോളേജിൽ NCC യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്നേഹവിപ്ലവം രക്തദാനത്തിലൂടെ എന്ന സന്ദേശം പങ്കുവച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം തൂമ്പൂങ്കോണം കോളനിയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം നടത്തിയ യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് നെടുമങ്ങാട് സ്വദേശികളായ അൽ അമീൻ, അഖിൽ എന്നിവർ. യുവാക്കൾ കഞ്ചാവ് കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികൾ.